സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അത്രത്തോളം നമ്മളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു, ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ കാണുന്നു എന്നൊക്കെ അറിയുമ്പോഴേ എല്ലാ ദിവസവും സമയമില്ലെങ്കിലും സമയം കണ്ടെത്തി ചെയ്യാനുള്ള ഒരിതാണ്. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ പോയിട്ടും പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളുടെ ക്ലാസ്സിലൂടെ പഠിക്കാൻ സാധിച്ചു എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ക്ലാസ്സുകളൊക്കെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ. അപ്പം നമ്മൾ എക്സലിൻ്റെ ബാക്കി ക്ലാസ്സാണ്. ഇന്നലെ നമ്മൾ കണ്ടീഷണൽ ഫോമാറ്റിങ്ങിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പം ഒരു ക്ലാസ്സിലൊന്നും നമുക്കത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ബാക്കി ക്ലാസ് നമുക്ക് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മൾ വീഡിയോസൊക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വിശേഷമുണ്ടെങ്കിൽ കമൻസായിട്ടൊക്കെ അറിയിച്ചോളൂ. സമയം കിട്ടുന്ന പോലെ എല്ലാവരുടെയും കമൻസിനൊക്കെ റിപ്ലൈ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു സീരീസ് ആണ് നമ്മളുടെ ഈ ഒരു എക്സലിന്റെ ക്ലാസ്. അപ്പൊ എക്സലിന്റെ ക്ലാസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് അറിയാം. നമുക്ക് നേരെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കണ്ടീഷണൽ ഫോമാറ്റിങ്ങിനെ പറ്റിയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലാസ്സും കണ്ടീഷണൽ ഫോമാറ്റിങ്ങിനെ പറ്റിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷണൽ ഫോമാറ്റിംഗ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഒരു ഓഫീസിലെ നമുക്ക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു കണ്ടീഷണൽ ഫോമാറ്റിംഗ് അപ്ലൈ ചെയ്യുന്ന കേസാണ് പറയുന്നത്. അപ്പം എന്താണ് ഈ ഒരു കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ കഴിഞ്ഞ ക്ലാസ് കാണാതെ ഇന്നത്തെ ക്ലാസ് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. പഴയ ക്ലാസ് കാണുന്നവർക്കും കുഴപ്പമില്ല. നമ്മൾ എത്രത്തോളം കേൾക്കുന്നോ അത്രത്തോളം നമ്മുടെ മൈൻഡിൽ അത് ഹോൾഡ് ആയിക്കോളും, നമ്മളത് മറന്നു പോകത്തില്ല. അപ്പം ഈ ഒരു കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന ഒരു ക്രൈറ്റീരിയക്ക് അനുസരിച്ച് സെല്ലിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുവാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പൊ ഈ ലിസ്റ്റ് ഓഫ് എംപ്ലോയീസിൽ നിന്നും അവർക്ക് കിട്ടിയിരിക്കുന്ന സാലറിയും ഉണ്ട്. അപ്പൊ മന്ത്ലി സാലറിയും ഉണ്ട്, അവരുടെ പേരും ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ നിന്നും വലിയൊരു ലിസ്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പൊ ആ ഒരു ലിസ്റ്റിൽ നിന്നും 50,000 രൂപ അതിൽ കൂടുതൽ സാലറി മേടിക്കുന്ന എംപ്ലോയീസിനെ മാത്രം നമുക്ക് എടുത്ത് കാണിക്കണം, അല്ലെങ്കിൽ നമുക്ക് അത് മാത്രം പെട്ടെന്ന് അറിയണം. അങ്ങനെയുള്ളപ്പോ നമുക്ക് ഈ ഒരു കണ്ടീഷണൽ ഫോമാറ്റിംഗ് ഉപയോഗിച്ച് എളുപ്പം തന്നെ അത് ആ 50,000 രൂപ സാലറിയിൽ കൂടുതലുള്ള സെല്ലുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കാനായിട്ട് പറ്റും. അതായത് അതിനൊരു പ്രത്യേക കളറ് കൊടുത്ത് നമുക്കത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു 30,000 രൂപ സാലറിയിൽ കുറവുള്ള എംപ്ലോയീസിനെ ഹൈലൈറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ളപ്പോ നമുക്കറിയാമല്ലോ ആർക്കാണ് 50 എബോ അല്ലെങ്കിൽ ആർക്കാണ് 30 ബിലോ എന്നൊക്കെ ഈസിലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ അതാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ലിസ്റ്റ് ഓഫ് എംപ്ലോയീസിൽ നിന്നും 50,000 രൂപയിൽ കൂടുതൽ സാലറി കിട്ടിയ ആളെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതായത് നമ്മളുടെ ഒരു 200, 300 അല്ലെങ്കിൽ 500 പേരുടെ ഒരു പേരടങ്ങുന്ന ലിസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് മാനുവലി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാല് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു കണ്ടീഷണൽ ഫോമാറ്റിംഗ് അപ്ലൈ ചെയ്യാം. അപ്പം അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഈ ഒരു കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്ന് പറയുന്ന കാര്യം ഈ മുകളിൽ കാണുന്ന ഹോം ടാബിലാണ്. അല്ലാതെ നമ്മൾ ഈ ഒരു എക്സലിന്റെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു കാര്യം ഇരിക്കുന്നത് ഈ ഹോം എന്ന് പറയുന്ന ടാബിലാണ്. അപ്പൊ കണ്ടീഷണൽ ഫോമാറ്റിംഗ് കാണണമെങ്കിൽ ഈ ഹോം എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഈ ഒരു ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ ഹോം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസേർട്ട് ആയിക്കോട്ടെ പേജ് ലേഔട്ട് ആയിക്കോട്ടെ, ഇതിൽ ഏതൊരു ടാബ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും ആ ഒരു ടാബിന്റെ, അതായത് ഹോം HOME എന്ന് പറയുന്ന ഈ ഒരു ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും മൗസ് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഹോം ടാബ് ഓപ്പൺ ആയി വരും. ഇനി നമുക്ക് ഇൻസേർട്ട് ടാബ് ആണ് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിലും സെയിം പ്രൊസീജിയർ ആണ്, INSERT. അപ്പൊ ഈ ഒരു ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക, അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ടാബും ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷണൽ ഫോമാറ്റിംഗ് നോക്കാം.
ഹോം ടാബ് ഓപ്പൺ ചെയ്തു. അതായത് ഹോമിലോട്ട് മൗസ് കൊണ്ടുവച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഹോമിനകത്തുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്കിങ്ങനെ വിസിബിൾ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ഫോണ്ട്. മൂന്നാമത്തത് അലൈൻമെന്റ്. അപ്പം അങ്ങനെ ഈ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുണ്ട്. അപ്പൊ ഓരോ ഗ്രൂപ്പിലും ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ പഠിക്കാനായിട്ട് ഉണ്ട്. അപ്പൊ ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് ഈ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. അപ്പൊ ഇവിടെ 3 കാര്യങ്ങളുണ്ട്: കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഫോർമാറ്റ് ടേബിൾസ്, സെൽ സ്റ്റൈൽസ്. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാല് ഈ ഫസ്റ്റ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നതാണ്. അപ്പം ഇനി നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വലിയൊരു ലിസ്റ്റിൽ നിന്നും, നമ്മളിപ്പോ ചെറിയൊരു ലിസ്റ്റ് എടുത്തിരിക്കുന്നത്, പക്ഷെ പറയുമ്പോൾ വലിയൊരു ലിസ്റ്റിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് 50,000 രൂപ സാലറിയിൽ കൂടുതലുള്ള എംപ്ലോയീസിന്റെ സെല്ലിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അപ്പം അതിന് ചെയ്യേണ്ട കാര്യം, നമ്മൾക്ക് സാലറിയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പൊ ആ സാലറി എന്ന് പറയുന്ന ആ ഒരു കോളത്തിലെ വാല്യൂസ് മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. നമുക്കിവിടെ 6 സാലറി ആണുള്ളത്. അപ്പൊ ഈ 6 സാലറിയും നമ്മളിങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് വാല്യൂ ഇരിക്കുന്ന സെല്ല് അതിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുക. അതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചാൽ മതി. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഫസ്റ്റ് സെല്ല് ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പൊ സെൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാണുന്ന ഈ റെക്ടാങ്കുലർ ബോക്സിനെല്ലാം പറയുന്ന പേര് സെൽ എന്നാണ്. അപ്പം ഈ ഒരു ഫസ്റ്റ് സെല്ലിങ്ങിനെ ഒന്ന് സെലക്ട് ചെയ്തു. ഇനി താഴോട്ടുള്ള വാല്യൂസ് എല്ലാം സെലക്ട് ചെയ്യാനായിട്ട് ഈ ഫസ്റ്റ് സെല്ലിന്റെ എവിടെയെങ്കിലും ഇങ്ങനൊന്ന് മൗസ് വെക്കുക. ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല, നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. ഈ ഫസ്റ്റ് സെല്ലിന്റെ എവിടെയെങ്കിലും വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് മൗസ് ഇങ്ങനെ താഴോട്ട് മൂവ് ചെയ്യുക. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡ്രാഗ് ചെയ്യുക എന്ന് പറയും. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. അതായത് ക്ലിക്ക് ചെയ്തു, ദെൻ ഡ്രാഗ് ചെയ്തു. അപ്പൊ അവസാനത്തെ വാല്യൂ ഇരിക്കുന്ന സെല്ല് വരെ നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ക്ലിക്ക് ചെയ്തു, മൗസ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് താഴോട്ട് ഡ്രാഗ് ചെയ്തു. അപ്പൊ മൊത്തം വാല്യൂ ഇരിക്കുന്ന സെല്ല് വരെ സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക. അപ്പൊ നമ്മൾ കൈയെടുത്ത് കഴിയുമ്പോൾ ആ ഒരു സെലക്ഷൻ പോകത്തൊന്നുമില്ല. ഇനിയാണ് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്കറിയാം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഹോം ടാബിലാണ്. സോ ഹോം എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്തു. അതിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനൊന്ന് മൗസ് വെക്കുക. പിന്നെ സ്ഥലത്ത് വെക്കണമെന്നില്ല, ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗിലുള്ള ഓപ്ഷൻസ് എല്ലാം ഇങ്ങനെ താഴോട്ട് കാണാം. നമുക്ക് ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാല് ഹൈലൈറ്റ് സെൽ റൂൾസ് എന്ന് പറയുന്നതാണ്. അതായത് സെല്ലിനെ ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കണം. അപ്പൊ നമ്മൾ ഈ ഹൈലൈറ്റ് സെൽസ് റൂൾസ് എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് വെക്കുമ്പോൾ തന്നെ വലതുവശത്ത് ഈ ഹൈലൈറ്റ് സെൽസ് റൂളിനകത്തുള്ള കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതായത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഡേറ്റ് ഒക്കറിംഗ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മളതൊന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടും നമുക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടതെന്ന്. നമ്മൾ പറഞ്ഞത് 50,000 രൂപ സാലറിയിൽ കൂടുതലുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഏതൊരു കാര്യവും നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക. അതിന്റെ ഇപ്പൊ ഇത്രയും ലെങ്ത് ഉണ്ട് ഈ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു വാല്യൂ കിടപ്പുണ്ട്. നമുക്ക് ആ വാല്യൂ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ തന്നെയാണ് നമ്മുടെ മൗസ് വന്ന് നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് നമ്മൾ ബാക്കടിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല, കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ പുതിയ വാല്യൂ അങ്ങോട്ടങ്ങ് ടൈപ്പ് ചെയ്യുക. അതായത് നമ്മളുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 50,000 രൂപയിൽ കൂടുതലാണ്. അപ്പൊ നമ്മുടെ വാല്യൂ നേരെ അങ്ങ് ടൈപ്പ് ചെയ്യുക. നമ്മുടെ വാല്യൂ ടൈപ്പ് ചെയ്തു. ഇനി തൊട്ടപ്പുറത്തെ ഈ ബോക്സിനകത്ത്
ഒരു ഓപ്ഷനെ കാണാൻ പറ്റുന്നുള്ളൂ, അതായത് ലൈറ്റ് റെഡ് ഫിൽ വിത്ത് ഡാർക്ക് റെഡ്. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ 50,000 രൂപയിൽ കൂടുതൽ സാലറി ഉള്ള സെല്ലുകൾ ലൈറ്റ് റെഡ് കളറില് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, അന്നേരം തന്നെ നമ്മൾ ഈ വാല്യൂ കൊടുത്തപ്പോ തന്നെ 50,000 രൂപ സാലറിയിൽ കൂടുതലുള്ള സെല്ല് ഹൈലൈറ്റ് ആയിട്ടുണ്ട്, അതായത് റെഡ് കളറിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് റെഡ് കളർ മാത്രമല്ല വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഓപ്ഷൻസ് കാണാൻ വേണ്ടി നമ്മൾ ഈ ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴോട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതായത് ലൈറ്റ് റെഡ് ഫിൽ വിത്ത് ഡാർക്ക് റെഡ്, യെല്ലോ ഫിൽ വിത്ത് ഡാർക്ക് യെല്ലോ, ഗ്രീൻ ഫിൽ വിത്ത് ഡാർക്ക് ഗ്രീൻ. അപ്പൊ താഴോട്ട് കുറെ ഓപ്ഷൻസ് കാണാം. നമുക്കിപ്പോ ഏത് കളറാണോ വേണ്ടത് ആ കളർ നമുക്ക് ചൂസ് ചെയ്യാം. അതായത് നമുക്കിപ്പോ ഗ്രീൻ ഫിൽ വിത്ത് ഡാർക്ക് ഗ്രീൻ ടെസ്റ്റ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യാം. വേണ്ട ഓപ്ഷനിലോട്ട് ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. നമുക്ക് ഗ്രീൻ ഫിൽ വിത്ത് ഡാർക്ക് ഗ്രീൻ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ആണ് വേണ്ടത്. അപ്പം ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത്രയും ചെയ്തപ്പോ തന്നെ ഈ കളർ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഫിക്സ് ആകാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു ബോക്സില് 2 ഓപ്ഷൻ ഉണ്ട്, ഓക്കെയും ഉണ്ട് ക്യാൻസലും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓക്കെ ചെയ്തു എന്ന് ഈ ഒരു ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. അതായത് ഈ ഓക്കെയിലോട്ട് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ 50,000 രൂപയിൽ കൂടുതലുള്ള സെല്ലുകൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ എളുപ്പമല്ലേ? നമുക്ക് വലിയൊരു ലിസ്റ്റ് ഓഫ് എംപ്ലോയീസിന്റേതാണെങ്കിൽ എളുപ്പം തന്നെ നമുക്ക് അതിനകത്തൊന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പം അടുത്ത ഒരു കാര്യം കൂടെ പറയാം. ഇനി നമുക്ക് 30, അതായത് 30,000 സാലറിയിൽ കുറവുള്ള ആളുകളെ മാത്രം നമുക്ക് സോർട്ട് ചെയ്യണം. അപ്പം അതെങ്ങനെയാണ് എന്ന് കൂടെ നോക്കാം. അപ്പൊ ഇത് മനസ്സിലായവർക്ക് തന്നെ എളുപ്പം തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ ആ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഇരിക്കുന്ന സെല്ല് മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. അതായത് ഈ സാലറി ഇരിക്കുന്ന സെല്ല് മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ സെല്ല് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ താഴോട്ടുള്ള വാല്യൂസ് എല്ലാം സെലക്ട് ആകും. ഇനി ഹോം ടാബ്, അതിൽ നിന്നും കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ് സെൽസ് റൂൾസ് എന്നതിലോട്ട് മൗസ് വെക്കുമ്പോൾ തന്നെ മൗസിന്റെ വലത്തുവശത്ത് നമുക്കിങ്ങനെ നിരവധി ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് 30,000 സാലറിയിൽ താഴെയാണ്. അപ്പൊ ഇവിടെ ലെസ് ദാൻ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ലെസ് ദാൻ എന്ന് പറയുന്നതിലോട്ട് ഇതിന്റെ ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ആ ഒരു ബോക്സ് വരും. അപ്പൊ ഇവിടോട്ട് നമ്മുടെ വാല്യൂ, നേരിട്ട് വാല്യൂ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ 30,000 എന്ന് പറയുന്ന വാല്യൂ ടൈപ്പ് ചെയ്തു. ഇനി ഇഷ്ടമുള്ള കളർ കൊടുക്കാനായിട്ട് നമ്മുടെ ഈ ഓൾറെഡി കിടക്കുന്ന ഈ കളറിന്റെ ഇവിടോട്ട് എവിടെയെങ്കിലും വെച്ചാൽ മതി. എവിടെയെങ്കിലും വെച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ലിസ്റ്റ് ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കളർ വേണ്ട, നമുക്ക് മറ്റൊരു കളറാണ് വേണ്ടതെങ്കിൽ ഇതിന്റെ ഏറ്റവും താഴത്തെ ഈ കസ്റ്റം ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റം ഫോർമാറ്റിലോട്ട് ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കൊടുക്കാനുള്ള കളറുകളൊന്നും ഇല്ല. അപ്പൊ കളർ കാണണമെങ്കിൽ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കുറെ കളേഴ്സ് ഉള്ള ഒരു ലിസ്റ്റ് കാണാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ ആ കളർ ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്തൊരു കാര്യം സെലക്ട് ചെയ്യണമെങ്കിലും അതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കളർ ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ കളർ മതി എന്ന് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. അപ്പൊ ആ ഒരു ബോക്സ് ഓക്കെ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ചേഞ്ചസ് ഇവിടെ വരും. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് കൂടെ ഓക്കെ കൊടുക്കണം. അപ്പം നമ്മൾ ഓക്കെ കൊടുത്തു കഴിയുമ്പം ആ ഒരു ബ്ലൂ കളറില് 30,000 രൂപ സാലറിയിൽ കുറവുള്ള സെല്ല് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ലിസ്റ്റ് ഓഫ് എംപ്ലോയീസിൽ നിന്നും ഇപ്പൊ സാലറി കൂടുതലുള്ള ആള് അല്ലെങ്കിൽ സാലറി കുറവുള്ള ആള് ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും എളുപ്പമാണ്.
അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ എളുപ്പമായോ എന്നിവിടെ പറയണം. എല്ലാവരും ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിസ്സാരമായി കാണുന്ന ഒരാളല്ല ഈ ഒരു കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്ന് നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതിലുപരി നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ആവർത്തിച്ച് 2-3 തവണയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ, നിങ്ങൾക്കത് എളുപ്പമായോ എന്ന് കൂടെ പറയുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ടൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.